ഹലോ ഗേസ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് കനകുന്ന് കൊട്ടാരത്തിലാണ്. ഇവിടെ നടക്കുന്ന 2025 എക്സ്പോ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് പോയി കണ്ടാലോ ഗേസ്. അതുപോലെ തന്നെ കനകുന്ന് പാലസിന്റെ ഫ്രണ്ട് മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത തരത്തിൽ തന്നെയാണ് കേട്ടോ. കനകുന്ന് കൊട്ടാരം വേറെ ലെവലാക്കിയിട്ടുണ്ട് അലങ്കരിച്ച്. ഇത് കാണാൻ വേണ്ടി തന്നെ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. തന്നെ ഭയങ്കര തിരക്കാണ്. റോഡൊക്കെ കുറച്ച് ഭാഗങ്ങൾ റോഡൊക്കെ ബ്ലോക്ക് ആയിരുന്നു. കനകുന്നിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. ശരിക്കും നമുക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ കൊടുത്ത് പേ പാർക്ക് ചെയ്യാവുന്നതാണ് അവിടെ. ഇതാണ് അതിന്റെ എൻട്രൻസ് ഗൈസ്. അടിപൊളിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇത് അതിനകത്ത് അവർ സജ്ജമാക്കിയിരിക്കുന്ന ഒരു ഓഡിറ്റോറിയമാണ്. അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എല്ലാ ചെയറുകളൊക്കെ ഒരുക്കി ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് CM-ന് വേണ്ടിയിട്ട്. ഞങ്ങൾ പോയ സമയത്ത് CM എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് മേലോട്ടൊക്കെ കാണാൻ തുടങ്ങി. ഇവിടെ എല്ലാവരും CM-നെ റിസീവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ CM ഒന്നില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ സ്റ്റാളുകൾ കാണാൻ ഇറങ്ങി. സ്റ്റാളുകളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും പിന്നെ കൺസ്യൂമർ ഫെഡിന്റെ അവതരണവും ഒക്കെ ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒഴിഞ്ഞ സ്റ്റാളുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ കാണാനൊന്നുമില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊന്നും അല്ല. താഴേക്ക് പോകുമ്പോഴത്തേന് അടിപൊളി സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനുണ്ട്. ഈ കാണുന്ന ആമ ഉണ്ടോ? ഈ കാണുന്ന ആമ കഴിഞ്ഞ വൃത്തി എന്ന പരിപാടി ഈ സമയത്ത് അവർ സെറ്റ് ചെയ്തൊരു ഇതാണ് കേട്ടോ. ശരിക്കും വേസ്റ്റ് ബാഗുകൾ വെച്ച് ഉണ്ടാക്കിയ ഒരു ആമയാണത്. ചെറുപ്പത്തിന് കുറച്ചു നേരം ഞങ്ങളിവിടെ വന്നിരുന്നു. നല്ല ഈ ലൈറ്റൊക്കെ കണ്ട് നല്ല കാറ്റും കൊണ്ട് കുറച്ചു നേരം ഇരുന്നു. പിന്നെ അതിനുശേഷം അടുത്ത സ്റ്റോളിലേക്ക് ഞങ്ങൾ പോയത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റാളായിട്ട് ഞങ്ങൾ കയറിയത്. വളരെ ഗംഭീരമായിട്ട് തന്നെ സ്റ്റാൾ അവർ നല്ലൊരു ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സഹകരണ എക്സ്പോ സഹകരണ വകുപ്പിന്റെ കീഴിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. പയ്യന്മാരൊക്കെ ഭയങ്കര എൻജോയ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു.
ഇതാണ് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഇന്ത്യൻ കോഫി ഹൗസ്. ഇതെന്നാണ് ആരംഭിച്ചത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചിത്രത്തില്. പിന്നെ ഈ ഒരു ചുമര് മുഴുവനായിട്ടും ആദ്യം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സഹകരണ വകുപ്പ് മന്ത്രിമാരുടെയും ഡീറ്റെയിൽസ് ഈ ഒരു ചുമര് ഫുള്ളായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു കൗതുകം തന്നെയുള്ളൊരു സംഭവമായിരുന്നു. ഇത് NS ഹോസ്പിറ്റലിന്റെ ഒരു ഡിമോ ആയിരുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റും ഓപ്പറേഷൻ തിയേറ്ററും. നമ്മൾ ഇതിനകത്ത് കയറി നിന്ന് കഴിയുമ്പോഴത്തേനും അവർ എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് അവർ കേട്ടു, അവർ പറയുന്ന ലെക്ചറിങ് കേട്ടു. പിന്നെ ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ. ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ഒരു ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് റോബോട്ടിക് വഴി ചെയ്യുന്നതിന്റെ ഒരു ഡിമോ ആണ് അവർ ചെയ്ത് ചെയ്യുന്നത്. ഇത് ഒരു വ്യത്യസ്തമായ അനുഭവത്തിന് സാധാരണക്കാർക്ക് റോബോട്ടിക് നീ റീപ്ലേസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ അടിപൊളിയായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് കാണാൻ പോയി കേട്ടോ. ഒത്തിരി വെറൈറ്റി സംഭവങ്ങൾ കാണാനുണ്ടായിരുന്നത്. രണ്ടു വശത്തായിട്ടും അനേകം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. പെയിന്റിന്റെ എക്സ്പോ, ചെടികളുടേത്, ബുക്കിൻ്റെത്, ബുക്ക് എക്സ്പോ, പിന്നെ വളം, അങ്ങനെ ഒത്തിരി അനേകം എക്സ്പോസ്, വനവിഭവങ്ങൾ. ഈ കാണുന്നത് മലബാർ സിമെന്റ് ഒരു സ്റ്റാളായിരുന്നു ഗൈസ്. അവരിവിടെ ഈ സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഒരു ശേഖരണവും പിന്നെ ഒരു ഷോർട്ട് റിവ്യൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മിൽമയുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ചു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ നാഷണൽ ബുക്ക് സ്റ്റാൾ ആയിരുന്നു കേട്ടോ. അവിടെ അനേകം ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ശരി, വിലക്കുറവ് ഉണ്ടായിരുന്നു. മറ്റ് പുറമേ നിന്ന് വാങ്ങാനും ശകലം വിലക്കുറവ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് ടയർ റീസോൾവ് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പോ ആയിരുന്നു. പറയാ എന്ത് കേട്ടോ, ഇത് ടയർ റീസോൾട്ട് ആണ്. റീസോളിംഗ് ചെയ്യല്ലേ കറക്റ്റാണ്. നമുക്ക് പല ടൈപ്പ് കമ്പനികൾക്കുള്ള പല ടൈപ്പ് വണ്ടികൾക്കുള്ള ട്രെഡുകളുണ്ട്. ട്രാക്ടർ, ട്രക്ക്, അങ്ങനെ ജീപ്പ്, പല മോഡൽസ് ഉണ്ട്.
ഹലോ ഗൈസ്, അപ്പൊ ഏകദേശം എക്സ്പോ വന്നിട്ട് 21-ാം തീയതിയാണ് തുടങ്ങിയത്. 21 മുതൽ 30 വരെ എക്സ്പോ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും വന്ന് കാണാനും വാങ്ങാനുള്ള അവസരങ്ങളുണ്ട്. ഇതിങ്ങനെ കേരള ബാങ്കിന്റെ ഒരു എക്സ്പോ ആയിരുന്നു. ഇവർ വന്നിട്ട് പാലക്കാട് എന്നുള്ള ഒരു സ്റ്റാളായിരുന്നേ ഈ ചെടിയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗംഭീര സൂപ്പറായിരുന്നു, വളരെ സൂപ്പറായിരുന്നു ഇവരുടെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ആ ചെടീനെ കുറിച്ച് കുറെ ഡൗട്ടൊക്കെ പോയി ചോദിച്ചപ്പോൾ തന്നെ അവരെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും പിന്നെ എങ്ങനെയാണ് ചെടി നടേണ്ടത്, വിത്ത് നടേണ്ടത്, എങ്ങനെ ഏത് ടൈപ്പ് ചെടിയും എങ്ങനെ നടേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടിപൊളി ക്ലാസ് ഒക്കെ അവർ തന്നു. പിന്നെ അവിടെ ഈ പൂക്കളാണ് അടീനിയവും ജമന്തിയൊക്കെ ഒത്തിരി നേരം ഉണ്ടാകും. വാങ്ങാനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. അതുകൊണ്ട് അനീഷിന നോക്കണം. ഇതൊക്കെ ഹൈബ്രിഡ് അല്ലേ? സ്റ്റാളുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സ്റ്റാളാട്ടോ. ഇതെന്താ സാധനം? പൊൻകരണ്ടി. ഈ സാധനം ആരും കണ്ടിട്ടുണ്ട്? പൊൻകരണ്ടി എന്നുള്ള സാധനം ഇതെന്താ വെച്ചേ? ഈ സാധനം എന്താണ്? യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള സാധനം. കല്ലൂർ വഞ്ചി. ഇത് ഇഞ്ചാണല്ലേ? അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള മൂന്നാമത്തെ സ്റ്റോളും കണ്ടു കഴിഞ്ഞു. എന്തായാലും വമ്പം പരിപാടിയാണ് എക്സ്പോ. ആരും മിസ് ചെയ്യില്ല, എല്ലാവരും വന്ന് കാണാം കേട്ടോ. എല്ലാവർക്കും നടന്ന് കണ്ട് ആസ്വദിക്കാൻ ഒരു വാഹനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കേരള ഗവൺമെന്റ്. ബൈ ബൈ.